ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാണെന്നറിയാം? രാവിലെ മുടിയൊക്കെ ചെട കളഞ്ഞ് പല്ലുതേരും പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണേ. ആരൻ സ്കൂളിൽ പോയി റിവിഷൻ ചെയ്യുമല്ലേ, പോയി. അപ്പോൾ ആരൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ നിന്ന്, ലഞ്ചും സ്കൂളിൽ നിന്ന് അറിയാലോ. അപ്പോൾ എനിക്കുള്ള ഈ കുറച്ച് ദിവസമായിട്ട് പുട്ട് തന്നെ. എനിക്ക് ആ പുട്ടിൻ്റെ കുഴച്ച് വെച്ച പൊടി തീരുന്നവരെ എനിക്ക് പുട്ട് ഉണ്ടാക്കി കാണിക്കാം. ഇച്ചിരിയും കൂടെ ഉള്ളു. ഇത് രണ്ട് ദിവസം കൂടെ പുട്ടുണ്ടാക്കാനുള്ളതാണ്. ഇതിനകത്ത് നിറച്ച് ഞാൻ നനച്ച് വെച്ചിരുന്ന. അപ്പോൾ നമ്മൾക്ക് ഇന്നും നാളെയും കൂടെ പുട്ടായിരിക്കും. പഴം ഇന്നലെ മേടിച്ചതുണ്ട്. അപ്പം ഇന്നും നാളെയും പഴം കൂട്ടിയായിരിക്കും കഴിക്കുന്നത്. മുട്ട പുഴുങ്ങി അതുകൂടെ ഇങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ രാവിലെ ആരൻ പോയപ്പോൾ കോഴിയൊക്കെ ഇറക്കി വിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് കുറേ അവരെ ഓടിക്കളിച്ച് കഴിഞ്ഞപ്പോൾ അവരെ കയറ്റിയിട്ട് ഞാൻ എന്നാ ഇതെന്നറിയാമോ, വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വെച്ച്. എല്ലാ ദിവസവും വീഡിയോ ഇട്ടില്ല, എല്ലാവരും എന്നെ യൂട്യൂബ് അമ്മാവനും പിണങ്ങിയിരിക്കുക. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കുറയ്ക്കുന്നു, എൻ്റെ ഡോളറോ കുറയുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഇല്ലെങ്കിൽ ക്ഷമിക്കണേ യൂട്യൂബ് അമ്മാവ, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. യൂട്യൂബ് അമ്മാവൻ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എൻ്റെ മറവിയായിരിക്കും. ഞാനിങ്ങനെ ഓരോ ദിവസവും രാവിലെ വെളുപ്പിനെ 2 മണിയാകുമ്പോൾ 1:30 ആകുമ്പോഴത്തേക്കിനും ഡോളർ ഇങ്ങനെ കയറി വരും. അപ്പം ഞാൻ 1:30 ആകുമ്പോൾ ഉണരുവാണെങ്കിൽ ആദ്യം നോക്കുന്നത് ഇതാണ്, ഡോളർ എത്രയായി, മുന്നോട്ട് പോകുന്നുണ്ടോ. വീഡിയോ ഇടാതെ എവിടെ പോയി എന്നാലും ഇച്ചിരി ഇങ്ങനെ ശകിലിച്ച് കയറും കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നും വീഡിയോ ഇട്ടില്ലെങ്കിൽ ആകെ വിഷയമാകും. അതുകൊണ്ട് ഞാൻ ഓർത്താണ് പിന്നെ അങ്ങിട്ടേക്കാം. അപ്പോൾ രാവിലെ പല്ലൊക്കെ തേച്ചാൽ പറയല്ലോ, പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. മുടി ബാത്റൂമിൽ നിന്ന് നല്ല ചെടയൊക്കെ കളഞ്ഞു. കുടുമി കെട്ടി വെച്ചിരിക്കുകയായിരുന്നു രാത്രി. അപ്പോൾ അത് ചെടയൊക്കെ കളഞ്ഞു. കേട്ടോ വെച്ചിരിക്കുക. പിന്നെ മുഖം പോയി നല്ലതായിട്ട് സോപ്പിട്ട് കഴുകണം. മുഖത്തും എണ്ണയിൽ ഡള്ളായിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ ദിവസവും എണ്ണയിലൊക്കെ തേക്കുവാണെങ്കിൽ നല്ലതല്ലേ. മഞ്ഞും വെയിലും വല്ലാത്തൊരു കാലാവസ്ഥ. അപ്പം നമുക്ക് മുഖത്തും എണ്ണയിലും സിമ്പിളായിട്ട് തേച്ച് തലയെ കുറച്ച് ഇലകളൊക്കെ ഒന്ന് തേക്കാമെന്ന് വിചാരിച്ചു. എന്നാക്കെ ഇലകളാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയി പറിക്കാം. നമ്മളുടെ വീട്ടിൽ മിക്ക ഇലകളും ഉണ്ട്. അപ്പോൾ ഉള്ള ഇലയില്ല. ഇന്നലെ എനിക്ക് ആരൻ എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് ചുമല ചെമ്പരത്തിയുടെ പൂ ഒരു 1 2 3 4 5 6 പറിച്ചുകൊണ്ട് തന്നു. 6 എന്ന് പറഞ്ഞാൽ ആരൻ 6 പറിക്കുള്ളൂ. ആരൻ അങ്ങനെ ഒരു ഭയങ്കര കറക്റ്റുകാരനാണ്. കൂടുതലൊന്നും അതൊന്നും നടക്കത്തില്ല. അങ്ങനെയാ, പറയുന്ന പോലെ മാത്രം. നമ്മളുടെ വീട്ടിലെ വെള്ള ചെമ്പരത്തിയാണേ ഇത്. ഇല്ലിക്കക്കല്ല് പോയില്ലേ, ഞാൻ എൻ്റെ അമ്മാച്ചൻ്റെ മകളുടെ കല്യാണത്തിന് രാമപുരത്ത് പോയിട്ട് ഇല്ലിക്കക്കല്ലിൽ പോയില്ലേ, അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന് വെച്ച് കിളുത്തിവിടെ ആയതാ. അപ്പം ഇതുണ്ട്. പിന്നെ ഇത് കൈ പിടിച്ചേക്കാം, അല്ലേ ഇത് എടുക്കാൻ മറന്നു. അപ്പോൾ ഇതുണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ ഇല നമുക്കിവിടെ നിൽപ്പുണ്ട്. അതുകൂടെ എടുക്കണം. പിന്നെ നമുക്ക് എൻ്റെ വീട്ടിൽ ആര്യവേപ്പുണ്ട്. കറിവേപ്പില മാത്രമേ ഇല്ലാതുള്ളൂ, പക്ഷേ ഞാൻ മേടിച്ച കറിവേപ്പിലയുണ്ട്. അരിവേപ്പ്, തുളസി, പനിക്കൂർക്കല, കറിവേപ്പില, പിന്നെ ഇച്ചിരി സവാള, ചെറിയുള്ളി. ഇത് പണ്ട് തേച്ചോണ്ടിരുന്നപ്പോൾ നല്ല എനിക്ക് ഉള്ളായിരുന്നു മുടിക്ക്. അത് എല്ലാം ഉഴപ്പി തല്ലിയപ്പോഴാണ് ഇങ്ങനെ ആയിപ്പോയത്. പിന്നെ പേരയില, പിന്നെ ഇച്ചിരി മുരിങ്ങയില, പിന്നെ നമ്മളുടെ ഇച്ചിരി ക്ഷമാനിഹാർ, ഇത് ഹെന്ന പൗഡർ. ഇതെല്ലാം കൂടെ ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം എന്നാക്കിയാന്ന്. എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ നല്ലതായിട്ട് അരച്ച് നല്ല മിടുക്കിയായിട്ട് ഇതും കൂടെ ഹെന്ന പൗഡർ, മുട്ടയുടെ വെള്ളയും കൂടെ, ഞാൻ വെള്ളയും ചുമപ്പും കൂടെ മൊത്തം ഞാൻ അങ്ങ് ഇടും. അല്ലെ പിന്നെ അത് നമ്മൾ കളയണ്ടേ. അപ്പം അങ്ങനെയല്ല, അരച്ച് തേച്ച് മിടുക്കിയായിട്ട് മുഖത്ത് ഞാൻ നമ്മുടെ പഴത്തൊലി ഇരിപ്പുണ്ട്. അത് നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പഴത്തൊലിയുടെ ഫേഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഏത്തയ്ക്ക പഴത്തിൻ്റെ ഉണ്ട്. ഏത്തയ്ക്കയുടെ തൊലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് തൊലി പഴത്തിൻ്റെ. അപ്പോൾ ആ തൊലിയും നമ്മളുടെ കറ്റാർവാഴയും ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഇത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മുഖത്തും ഒക്കെ ഒന്ന് തേച്ച് പെടലി കൈ എല്ലാം തേച്ച്
കണ്ടോ ഭയങ്കര ടാനാ. ഞാനേ ഈ വിം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കൈപ്പത്തി കണ്ടോ, കൈപ്പത്തി ഭയങ്കരമായിട്ട് എനിക്ക് കറക്കും കണ്ടോ. അപ്പോൾ അത് ഒക്കെ ഒന്ന് തേച്ച് മുഖത്തുമൊക്കെ ഒന്ന് പെടലി, കഴുത്ത്, മുഖം, കയ്യ്, കാലൊക്കെ അതൊന്നിട്ട് തലയിലും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് പുട്ടും പിന്നെ കഴിച്ചിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാം. ഇന്ന് മീൻകറി ഉണ്ട്, പിന്നെ തൈര് ഇപ്പം പറഞ്ഞിട്ടുണ്ട്, അത് മോര് കാച്ചിയത് ഉണ്ടാക്കണം. പിന്നെ എന്തെങ്കിലും ഒരു തോരനും കൂടെ വയ്ക്കുമ്പോൾ ഇന്നത്തെ പരിപാടി അങ്ങ് തീരും. ഇന്ന് അത്രയേ ഉള്ളൂ. വേറെ എന്നായിരുന്നു ഇന്നലെ കാമഴിക്കോട്ടി വെച്ചത് ഇച്ചിരി ഇരിപ്പുണ്ട്. അപ്പോൾ എന്നേലും നമ്മളുടെ കോവയ്ക്കായ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് തോരനോട് വെക്കുമ്പോൾ ഇന്നത്തെ പരിപാടി തീരും. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ കാണിക്കാവേ. നല്ല ഉണ്ട്, എൻ്റെ മുടി ഉള്ളു വെക്കുന്നില്ലേ നല്ലതായിട്ട് ഉണ്ട്. തല നിറച്ച് മുടിയുണ്ട്, അതിങ്ങനെ അതിൻ്റെ അറ്റം വരുമ്പം അതിന് ആരോഗ്യമില്ലാതെ കണ്ടോ, തല നിറച്ച് എനിക്ക് മുടിയില്ലേ അതാണ്. പക്ഷേ അറ്റത്തോട്ട് വരുമ്പോൾ എലിവാല് പോലെ ഇങ്ങനെ കണ്ടോ ആരോഗ്യമില്ലാതെ, അതാണ് എൻ്റെ ഒരു വിഷയം. അപ്പോൾ ഞാൻ പോയി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ കാണിക്കാം. ഇല പറിക്കാൻ പോകാം നമുക്ക്, നമ്മളുടെ ഇലകളെല്ലാം പറിക്കാൻ. അപ്പോൾ മുറ്റത്ത് കൊണ്ട് നമുക്ക് അത് വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ഈ പുട്ടൊന്ന് അതിനകത്തോട്ട് വാരിയിട്ട് റെഡിയാക്കി, തേങ്ങയൊക്കെ ചിരണ്ടി പുട്ടൊന്ന് വാരിയിട്ടിട്ട് നമുക്ക് പറിക്കാൻ പോകാം കേട്ടോ. ഓക്കേ, ഇതാ നമ്മളുടെ പൂ പറിക്കുന്ന ഇലകൾ പറിക്കുന്ന താലം റെഡി കണ്ടോ. സ്വർണ്ണ താലമാണ് കണ്ടോ, സ്വർണ്ണ താലം, സ്വർണ്ണ ഫുള്ള് കാണാവോ, വെയിലായതുകൊണ്ട് കാണത്തില്ലല്ലേ. ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ആ കബോർഡിലിരുന്നപ്പോഴത്തേക്കിനും അത് നമ്മുടെ ആരാ അയ്യോ കൊച്ചിൻ്റെ പേര് മറന്നുപോയല്ലോ, നമ്മുടെ യു എസിലുള്ള കൊച്ച് എന്നോട് ചോദിച്ചു, ഇന്നലെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, ചോദിച്ചു സ്വർണ്ണ കളറിലെ പാത്രം ഉണ്ടല്ലോ എന്നൊക്കെ. കണ്ടോ ഇത്രയും 2 എണ്ണം ഉണ്ട്, ഇത് റിലയൻസിൽ നിന്ന് വാങ്ങിച്ച. അപ്പോൾ അതിനകത്ത് നമ്മുടെ ടേബിൾ മാറ്റ് സ്വർണ്ണ കളറിലെ അതൊക്കെ എടുത്ത് ഞാനിട്ട് വാ നമുക്ക് പറിക്കാൻ പോകാം. വെയിലാണേ. ആദ്യമേ ഇവിടെ നിൽക്കുന്നത് എന്തുവാ, വീഡിയോ പിടിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഞാനിതെങ്ങനെ പറിക്കും. പാത്രം ഇതുണ്ടോ, നമ്മുടെ മുരിങ്ങയിലൂടെ ആദ്യമേ നിൽക്കുന്നത്, നമുക്കത് പറിച്ചെടുക്കാം. എന്നെ രസമാണ് നോക്കിയത് നിൽക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് പറിക്കാവേ. അപ്പോൾ എനിക്ക് ഫോൺ ഓഫ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എങ്ങനെ പറിക്കും. ഓഫ് ചെയ്തിട്ട് പറിക്കാവേ. ഇത്രയും പറിച്ചു കേട്ടോ. ഇനി അടുത്തത് ആര്യവേപ്പിൻ്റെ മരം കണ്ടോ കണ്ടോ. അപ്പോൾ നമുക്ക് അയ്യോ പൊക്കത്താണല്ലോ, കൈ എത്തത്തില്ല. നോക്കട്ടെ താഴെ വല്ലോ ബ്രാഞ്ചസും ഇങ്ങനെ നിൽപ്പുണ്ടോ. കുഞ്ഞി എത്രയേ ഉള്ളൂ. അയ്യോ എനിക്ക് ഒരു തോട്ടി വെച്ച് ഇങ്ങനെ ഞാൻ കമ്പ് താത്തിട്ട് ഒരു ഇത് നിൽപ്പുണ്ട്, ഇതുണ്ടോ, അത് മതിയെന്ന് വെക്കാം. അല്ലെങ്കിൽ ഞാൻ തോട്ടി വെച്ച് കമ്പും കൊണ്ട് ഈ പാത്രം ഞാൻ കൊണ്ട് താഴെ വെച്ചിട്ട് നമ്മുടെ ഗപ്പിച്ചേട്ടൻ്റെ ഇവിടെ കൊണ്ട് പാത്രം വെച്ചിട്ട് ഞാൻ പറിച്ചുകൊണ്ട് വരാം. ഗപ്പിച്ചേട്ടനെല്ലാം ഉറങ്ങുവാന്ന് തോന്നേ. പുതിയ ഗപ്പിച്ചേട്ടനൊക്കെ നമ്മളുടെ ഗപ്പിച്ചേട്ടൻ്റെ തീറ്റ കൊടുക്കട്ടെ. ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യണ്ട, തുറന്നു. ഇപ്പം വരും എല്ലാവരും കൂടെ കണ്ടോണേ. ഉറങ്ങിയവരെല്ലാം എപ്പോൾ വരുവേ നോക്കണേ. തീറ്റ ഇട്ടത് അറിഞ്ഞില്ലേ പാടി ചക്കരകളെ. ഇവിടെ കുഞ്ഞി പുതിയതുണ്ടായവരെ കാണിക്കാം. കണ്ടോ ഓടുന്നേ, കുഞ്ഞി പുതിയതുണ്ടായവർ. വലിയവർ വരുന്നുണ്ടേ. തീറ്റ ഇട്ടത് ഇപ്പം അറിഞ്ഞു. ഉണ്ടോ, താഴെ നിന്ന് മേളിലോട്ട് വരുന്നുണ്ട് കണ്ടോ. എല്ലാവരും കൂടെ മേളിൽ വന്ന് നിൽക്കുന്നതാണ്, അറിയുന്നില്ല. മൊത്തം ആൾക്കാർ വന്നു കഴിയുമ്പോൾ കാണിക്കാവേ. അതുണ്ടോ കുഞ്ഞികൾ, അവരെല്ലാം കുഞ്ഞികളാണ്. ഉണ്ടായി വന്നാൽ പുതിയതായിട്ട് ചെറിയ മീനാണ്. ഫോണിൽ കൂടെ വലിപ്പത്തിൽ കാണുന്നതാണേ. ഉണ്ട്, അവർ ഭയങ്കര കുഞ്ഞാണ്. നമ്മുടെ കൊതുകിൻ്റെ കൂത്താടിയുടെ വലിപ്പമുള്ളൂ. പക്ഷെ അവരെ ഫോണിൽ കൂടെ വലുതായിട്ടല്ലേ കാണുന്നത്. കണ്ടോ അവർ കുഞ്ഞിയാണ്. കൂത്താടി എത്രയുണ്ടോ അത്രയേ ഉള്ളൂ. വലിയവർ വരട്ടെ. അപ്പോൾ ഞാൻ കാണിക്കാം. അടിയിൽ പോയി കിടക്കുക. ഇത് കണ്ടോ ഒരു വലുത് കണ്ടോ, അടിയിൽ പോയി കിടക്കുവാണ്. സുഖിച്ച് മഞ്ഞും വെയിലും എല്ലാം അല്ലേ, അപ്പം സുഖിച്ച് കിടക്കുക. ഇനിയിപ്പം അവർ ഫുള്ളും മേളിലോട്ട് വന്നു കഴിയുമ്പോൾ ഭക്ഷണം വന്നെന്നറിയുമ്പോൾ അവർ വരും. ഇതാ കണ്ടോ വലുതുണ്ടോ, അവരെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അവർ വരും കണ്ടോ, വരുന്നുണ്ടോ. നമുക്ക് ഇല പറിച്ച് കഴിയുമ്പോൾ കാണാം. ഫോൺ വെള്ളത്തിൽ പോയെങ്കിൽ. ഇവിടെ അപ്പം പനിക്കൂർക്കല എൻ്റെ നിപ്പുണ്ട്.
ആരെണ്ണ ജലദോഷമൊന്നും വേണ്ട അന്നേരം ഞാൻ പറിക്കും. തുളസി ഇഷ്ടം പോലെ ഇവിടെ കാട് പോലെ. പിന്നെ ഞാൻ കോഴിക്കും കൊടുക്കും ഇഷ്ടം പോലെ. അതായത് പനിക്കൂർക്കല കുറച്ച് ഇനിയിപ്പം ഓരോ കമ്പ് ഒടിച്ചൊടിച്ച് വേറെ ചട്ടിയിലൊക്കെ വെക്കണം. ആർത്ത് എടുക്കട്ടെ. കോഴിക്ക് ഞാൻ കൊടുക്കും. കോഴിക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി തുളസി, ആര്യവേപ്പ്, പനിക്കൂർക്കല, മുരിങ്ങയില എല്ലാം വെക്കും. അപ്പോൾ ഞാൻ ഈ പനിക്കൂർക്കലയും കുറച്ചൊന്ന് പറിക്കട്ടെ. അങ്ങനെ പനിക്കൂർക്കല പറിച്ചു. ഇനി നമുക്ക് ആര്യവേപ്പ് ഒന്ന് താത്ത് പറിക്കട്ടെ. ഈ കമ്പില്ലേ അതിൻ്റെ ഇലയെല്ലാം കൂടെ ഉള്ള ഇലകൾ നമുക്ക് പറിക്കാം. കോഴിക്ക് ഒടിച്ചു കൊടുത്ത് തീർന്നതാണ്. താഴെയുള്ളതാക്കി മേളിലത്തേത് ഞാനൊന്ന് എത്തി ചാടി നോക്കട്ടെ. ചാടി നടുവ് കളയണ്ട. നമുക്കിനി തുളസി പറിക്കാം. എന്താ തുളസി നിൽക്കുന്നത് ഇഷ്ടം പോലെ ഇവിടെ തുളസി. ഇവിടുത്തെ ഈ ഞങ്ങളുടെ ഈ സ്ഥലമേ ഇത് പണ്ട് ചാക്യാരന്മാരുടെ ആയിരുന്നു, ചാക്യാർ. അപ്പോൾ അവിടെ അവർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ തുളസിയും കാര്യമൊക്കെ അവരുടെ അമ്പലത്തിൽ കൊണ്ടുപോകാനൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെയോ മറ്റോ എനിക്ക് തോന്നുന്നത് ഇവിടെ കണ്ടമാനം ഇത് ചാക്യാരന്മാരുടെ കയ്യിൽ നിന്ന് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ കുടുംബക്കാർ വർഷങ്ങൾക്ക് മുമ്പ് 150 ഒക്കെ വർഷത്തിന് മേളിലാണ് മുമ്പ് വാങ്ങിച്ചതാണ്. കുറേ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം. അപ്പം എല്ലാവർക്കും വന്നിട്ട് ഓരോ ഏക്കർ വീതം ഇങ്ങനെ വീതിച്ച് ഇങ്ങനെ ഇവിടെയും ഉണ്ട് ഒരേക്കർ അടുത്ത്. അപ്പുറത്തുപ്പാപ്പനും ഉണ്ട് ഒരേക്കർ അടുത്ത്. അങ്ങനെ എല്ലാവർക്കും അടുപ്പിച്ച് ഇവിടെ മുഴുവൻ ഈ മാങ്ങാന ഏരിയ ഫുള്ള് ഇവരുടെ കുടുംബക്കാരാണ്. ഒരുപാട് ഏക്കർ സ്ഥലം വാങ്ങിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്ന ചാക്യാരന്മാരുടെ സ്ഥലമുണ്ട്. ഈ തുളസി എന്ന് പറഞ്ഞ്. അപ്പം തുളസി പറിച്ചു, ആര്യവേപ്പ് പറിച്ചു, പിന്നെ നമ്മൾ പനിക്കൂർക്കല പറിച്ചു, മുരിങ്ങയില പറിച്ചു. ഇനി ഞാൻ എന്തുവായിരുന്നു മുരിങ്ങ നമ്മുടെ ചെമ്പരത്തി ഇതുണ്ടോ, ഇത് ഞാൻ ഇല്ലിക്കക്കല്ലിൽ നിന്ന് കൊണ്ടുവച്ച് നല്ലതായിട്ട് ആർത്ത് കിളുത്ത് പൊങ്ങിപ്പോവുക മരം പോലെ ഉണ്ടോ, പൊങ്ങി മരം പോലെ ഉണ്ടോ, നല്ല പൊക്കത്ത് പ്ലാവിൻ്റെ പൊക്കം ആവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. വലിയ ഇലകൾ അതിൻ്റെ ഇങ്ങനത്തെ അറ്റം പറിക്കല്ലേ. അവിടെ പൂവുണ്ടാണ്ടിയല്ലേ, കണ്ടോ പൂവുണ്ടായി വരുന്നുണ്ടോ, ഉണ്ട് അവിടെ പറിക്കല്. അതിൻ്റെ അല്ലാതെ ഇലകൾ വലിയത് മൂത്ത് നിൽക്കുന്നില്ലേ, അതൊക്കെ പറിക്കുക കുറേ. പിന്നെ ചക്ക താഴെ നിൽക്കുന്നുണ്ടോ, ഇതേലെയാ 2 എണ്ണം പൊഴിഞ്ഞു പോയേ, കണ്ടോ 2 എണ്ണം പൊഴിഞ്ഞു പോയേ. താഴെ ചീഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, മൊത്തം ചീഞ്ഞു പോയി. 2 എണ്ണം പോയായിരുന്നു. ഇടിഞ്ചക്കപ്രായമായപ്പോൾ പോയായിരുന്നു. അത്രയും വലുതായിട്ട് പോകുമ്പോൾ സങ്കടം വരും. ബാക്കി ഇതൊന്നും മൂത്തിട്ടില്ല, പക്ഷേ ബ്ലാക്ക് കളറാണ്. ആദ്യമായിട്ടാണ്ട് ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് പുതിയത് ഈ വർഷം കായ്ച്ചത് കണ്ടോ, കിണറിൻ്റെ ഇപ്പുറം. അപ്പോൾ നമുക്ക് ഇലകൾ പറിക്കാൻ ചെമ്പരത്തി. ഞാൻ മൊത്തം ഇല പറിച്ചുകൊണ്ട് നിൽക്കുന്നവരെ വീഡിയോ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കാനാണ്. എൻ്റെ പുട്ട് അവിടെ റെഡി ആയിരിപ്പുണ്ട്. എനിക്ക് ഇനി പഴവും കൂട്ടി കുഴച്ച് തട്ടണം. എനിക്ക് പുട്ടും പഴവും കൂടെ ദേഷ്യമാണേ. പുട്ടും പഴവും ഞാൻ മുട്ട പുഴുങ്ങിയതും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം. മുട്ട ഇന്നിപ്പോൾ തീർന്നിരിക്കുക. കോഴി ഇട്ടെങ്കിൽ ഞാൻ കോഴി ഇപ്പോൾ ഇടിയിലൊന്ന് നിർത്തി വെച്ചിരിക്കുക. ഇനി 1 മാസം പിടിക്കും. അപ്പം 4 2 4 3 അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. 15 പെടയാണ് ഉള്ളത്. ഇവരെല്ലാം കൂടി ഇട്ടിരുന്ന ഞാൻ ആരാ പണക്കാരിയായേന്. പക്ഷേ 14 പേര് വരെ ഇട്ടിട്ടുണ്ട്. ആരോ ഒരാൾ സമരം ചെയ്തിട്ട്. ഒറ്റ പ്രാവശ്യം 14 എണ്ണം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് 8ഉം 10ഉം ഒക്കെ കിട്ടിയിട്ടുള്ളൂ. എന്നെ കഷ്ടമല്ലേ. അപ്പോൾ അത് പറിച്ചു. 1 2 3 4 5 ആയിട്ട് അല്ലേ. ഇനി നമുക്ക് അടുത്തത് കറ്റാർ വാഴ. അത് പറയാൻ മറന്നു അല്ലേ. കറ്റാർ വാഴ ഉണ്ടോ, പിന്നെ അത് എവിടെയുണ്ട് കണ്ടോ, നടവാതൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അവിടെ ഇങ്ങനെ ഞാൻ പിശിക്കുകയാണ്. ഞാൻ പഴുത്ത് നിൽക്കുന്ന പോകാറായതൊക്കെ ഇച്ചിരി ഇങ്ങനെയുള്ളതൊക്കെ എടുക്കുകയുള്ളൂ. എനിക്ക് പിശുക്കുണ്ട്, പിശുക്ക്. ഇതിവിടെ ഇങ്ങനെ ഇല ചീഞ്ഞ് കിടക്കുകയല്ലേ, ഇത് കണ്ടോ. അതവിടെ തന്നെ കിടന്ന് കാണാമോ, ഇല ഇങ്ങനെ കണ്ടോ ചീഞ്ഞ് കിടക്കുന്നത്. അത് അവിടെ തന്നെ കിടന്ന് അങ്ങ് ചീഞ്ഞ് അവിടെ വേറെ പുതിയതുണ്ടാകും. അങ്ങനെയാണ്. ഇത് നമ്മൾ അച്ചു കുത്തുന്ന ചെടി കണ്ടോ, അച്ചു കുത്തുന്ന പണ്ട് നമ്മൾ കണ്ടോ അച്ചിങ്ങനെ കണ്ടോ. എനിക്കതൊക്കെ നൊസ്റ്റ്. ഇനി നമ്മൾ അതിൻ്റെ കുറച്ചുകൂടെ കറ്റാർ വാഴ എടുത്തേക്കാം. താഴെ ഒരു കുഞ്ഞിത് നിൽക്കുന്നില്ല, അത് പറിക്കാം, അത് പൊട്ടിക്കും. ഓക്കെ. ഇനി നമ്മളുടെ വീട്ടിൽ പേരയില എടുക്കട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതുണ്ട് എൻ്റെ അവക്കാഡോ മരം കണ്ടു.
ഇത് പണ്ടേ വളരേണ്ടതാണ്, പറിച്ച് മാറ്റി വെച്ചത് ആവശ്യമായിപ്പോയി. മുറ്റത്ത് നിന്നത് ഞാൻ മുറ്റത്ത് നിന്നത് മറ്റത്തിലോട്ട് വെച്ചു. പിന്നെ വേറെ എന്തുവാ ഇനി? ഇതെന്ത് തുളസിയാന്ന് പറയണേ. ഇത് ഞാൻ ഇല്ലിക്കക്കല്ലിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇല്ലിക്കക്കല്ലിൽ നിന്നപ്പം അതെല്ലാം വേനൽ വന്നപ്പോൾ ഇങ്ങനെ അങ്ങ് ശോഷിച്ചു. ഇതാ ഈ തുളസി ഭയങ്കര മണമാണ്. അത് ഇല്ലിക്കക്കല്ലിൽ നിന്നാണ്. അതേതാണെന്നൊന്ന് പറയണം എന്നോടെ. അപ്പോൾ ഒടിച്ചൂത്തി ചീര വല്ലതും ആയോ? ആയിട്ടില്ല, ഇച്ചിരി കൂടെ ആകട്ടെ. ഒന്ന് പറിച്ചതല്ലേ നമ്മൾ ഈയിടെ. പിന്നെ ഇരുമ്പപ്പുളി ചേട്ടൻ ഉണ്ടോ? എങ്ങനെ നിറച്ച് പോവാ ഉണ്ടോ? മേള് വരെ നിറച്ച് പോവാ. ഇതിലെയാണ് ആരണ്ണെ വിടാൻ രാവിലെ. ഇത് അപ്പുറത്ത് റബ്ബർ തോട്ടംകാരൻ. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വഴിയിലോട്ട് ആരൻ കയറി പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് തിരിച്ച് കയറി പേരയില പറിച്ചില്ല. പേരയില ഇവിടെയുണ്ട്, കറ്റാർവാഴ ഈ മൂലയ്ക്ക്. പേരയില പറിക്കട്ടെ. ഇതെൻ്റെ കുടംപുളി. എത്ര പ്രാവശ്യം നമ്മുടെ പണിക്കാർ ചവിട്ടി മെതിച്ചിട്ട് പിന്നെ അതായി വന്നതാണ് കേട്ടോ പേര. ഇത് തന്നെ കിളുത്ത് വന്ന് കാക്ക അപ്പിയിട്ട് കുരുവിട്ടപ്പം തന്നെ കിളുത്ത് വന്നു. ഇവിടെ അങ്ങനെ ഒത്തിരി പേര തന്നെ കിളുത്ത് വന്നിട്ടുണ്ട്. എനിക്കിവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ തണലാണ്. എന്നെ രസമാണെന്നറിയാം. റബ്ബർ തോട്ടംകാരൻ്റെ ഇല മുഴുവൻ കണ്ടോ ഞാൻ തൂത്ത് കൂട്ടി വെച്ചിരിക്കുക. കുറേ കൊണ്ടേ അവിടെ തന്നെ ഇട്ട് കത്തിച്ചു, അയാളുടെ പറമ്പിൽ തന്നെ. നല്ല മനുഷ്യനൊക്കെ അയാൾ, പക്ഷേ ഇച്ചിരി വിളച്ചിലുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളി എൻ്റെ വീഡിയോ എന്നും കാണുന്നതാണ്. എന്നാലും കുഴപ്പമില്ല. പുള്ളിക്കൊരു ബോധം വരട്ടെ. ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കില്ല. എനിക്കാണെ നടുവും വേദന എടുക്കും, മുറ്റം മുഴുവൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ അങ്ങ് തൊണ്ടെല്ലാം തൂത്ത് അങ്ങ് വഴി വരെ തൂക്കണം. പിന്നെ നമ്മുടെ മുറ്റവും പറമ്പും അതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു ദിവസം എടുത്താൽ നമ്മൾ തൂത്ത് തീരത്തുള്ളൂ. അപ്പം മോശമല്ല. എനിക്ക് നമ്മുടെ സപ്പോർട്ട ഉണ്ടോ പഴുത്ത് കാണുമോ? പഴുക്കാതെ കൊണ്ട് വെച്ചാലേ പിന്നെ ഒരു ടേസ്റ്റ് ഇല്ല. ഇവിടെ നിന്ന് പഴുക്കുവാണെങ്കിൽ ടേസ്റ്റാണ്. പക്ഷേ ഞാനത് പിന്നെ അങ്ങ് മറന്നും പോകും. ഈ വശത്തോട്ട് വരുമ്പോഴല്ലേ ഓർക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ എല്ലാം പൊഴിഞ്ഞ് താഴെ ഇവിടെ ഇങ്ങനെ കിടക്കും. അയ്യോ സങ്കടം വരും. താഴെ വന്നത് എങ്ങനെ കഴിക്കും? ഞാൻ പിന്നെ കൊണ്ട് കോഴിക്ക് കൊടുക്കും. നിറച്ചും ഇങ്ങനെ പോവുക. ഇതുണ്ടോ നിറച്ച് പോവുക. ജാതിപ്പൂ പോലെ ആദ്യം വന്ന് ഫുള്ളും. എന്നിട്ട് ഇതെല്ലാം മുഴുവൻ കായാകും കണ്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് എല്ലാ ഇലയും ആയും തോന്നും. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പറമ്പില്ലേ, റബ്ബർ തോട്ടത്തിൻ്റെ തണലിൽ ഭയങ്കര നമ്മുടെ റംബുട്ടാൻ മരം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ. റംബുട്ടാൻ എനിക്ക് ഒരുപാടുണ്ട് റംബുട്ടാൻ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം പറിച്ചു. മീനെല്ലാം വന്നോ നോക്കട്ടെ. ഇവിടെ എൻ്റെ ഒച്ച കേൾക്കുമ്പോൾ താഴോട്ട് പോകുന്നു. ഞാനൊരു കമ്പിട്ടിങ്ങനെ ഇളക്കുവേ. ലോലിക്കാൻ വീണ്ടും ഉണ്ട്. 6 മാസം കൂടുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് താഴെ കിടക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പണ്ട് കാലത്തൊക്കെ ഈ അയൽവക്കത്തെ വീട്ടിലെ ഇതുണ്ട് ഇത്തിൽക്കണ്ണി അവിടെ നിൽക്കട്ടല്ലേ, രസമുണ്ട്. പാവം ഇതുണ്ട്. പണ്ട് കാലത്ത് ഞാൻ അയൽവക്കത്തുള്ളവരുടെ എല്ലാം വീട്ടിൽ കൂടെ നടന്ന് പാല് കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് പശു ഇങ്ങനെ ചാപ്രയുണ്ട്. എൻ്റെ അപ്പൻ്റെ അമ്മ. അന്നേരം ഞങ്ങളുടെ ഈ പാല് കൊടുക്കാൻ നമ്മൾ വിടുമ്പോൾ അയ്യോ എല്ലാ വീട്ടിലെ ജാതിക്ക, മാങ്ങ, ഇതുണ്ട് നമ്മുടെ അമ്പഴങ്ങ. ഇത്രയും പൊക്കേ ഉള്ളൂ. ഇഷ്ടം പോലെ എപ്പോഴും കഴിച്ചോളും. എന്നിട്ട് ഇതേ പുതിയ വല ഉണ്ടായി. പുതിയ വല നാളെയും കൂടെ. അപ്പോൾ ഇനി എന്നാ നിങ്ങളെ കാണിക്കണ്ടേ? മറ്റേ പ്ലാവയില ചക്ക കാണിക്കാം. അപ്പോൾ ഇത്രയും ഇലകൾ നമ്മൾ പറിച്ചു. ഇനി വല്ല ഓർക്കാനുണ്ടോ? ഇല്ല. ഇതെല്ലാം പറിച്ചു. ഇനി അടുത്ത ചക്ക, അടുത്ത പ്ലാവയില കാണിക്കാം. കോഴിക്കോടിൻ്റെ ഇപ്പുറത്തെ പ്ലാവയില ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. ഉണ്ടോ? എന്നാടി മുട്ട ഇട്ടോ? ചോമാമ്മച്ചിക്ക് തലയിൽ തേക്കാൻ ഒരു മുട്ട തരാമോ? പാത്രം വെച്ചിട്ട് നോക്കട്ടെ. ഉണ്ടോ ഓടി മുട്ട? ആരെങ്കിലും ഇട്ടോടി? ആരെങ്കിലും ഇട്ടോ? എല്ലാവരും അറിയാടിയാ? ആരും ഇട്ടില്ല. ഇത് ഇതായിട്ടാ. എന്നാലും ഇനിയിപ്പം അവരിട്ടോളും. അപ്പോൾ ഞാൻ
ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ, പറയാവേ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്താന്ന് പറയട്ടെ, കാണിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചതല്ലേ ഞാൻ പറഞ്ഞപ്പം. എന്തേ പോയോ, പൊഴിഞ്ഞു പോയോ? കണ്ടത് കാണിക്കാം, കയറട്ടെ, എന്നിട്ട് കാണിക്കാം. എന്താണെന്ന് നോക്കിക്കേ. മുരിങ്ങയുടെ പൂവുണ്ടോ? വർഷങ്ങൾ ആഗ്രഹിച്ച സാധനം കാണാമോ? കണ്ടോ? എത്ര 25 വർഷമായി ഇവിടെ വന്നിട്ടേ. എല്ലാ ബ്രാഞ്ചസിലും ഉണ്ടായി കേട്ടോ. അപ്പോൾ 25 വർഷം കൂടി ഞാനിവിടെ കഷ്ടപ്പെട്ട് വാശിക്ക് മുരിങ്ങ കമ്പ് കൊണ്ട് വെച്ച് ഇതപ്പുറത്ത് ഉപ്പാപ്പൻ്റെ പറമ്പിൽ നിന്ന് ഞാൻ മുരിങ്ങ കമ്പ് ഒടിഞ്ഞു പോയപ്പോൾ 2022 എൻ്റെ ഹസ്ബൻഡ് അവധിക്ക് വന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡുമായിട്ട് അപ്പുറത്ത് ഉപ്പാപ്പൻ്റെ വീടാതെ ഉണ്ടോ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ മേളിൽ അവിടെ ഇരിക്കുന്നതാണ് അവരുടെ പഴയ വീട്. അതിൻ്റെ ഇടയ്ക്കൂടെ അതെല്ലാം കാണാമോ? അപ്പോൾ ആ വീടിൻ്റെ പുറകുവശത്ത് മുരിങ്ങ വലിയതുണ്ട്. അപ്പോൾ അത് എൻ്റെ പൊന്നോ 1000 അല്ല മുരിങ്ങ കോല് അതേലുണ്ടാകുന്നത്. അപ്പം എന്നിട്ട് ഞാനത് ഒടിഞ്ഞു പോയെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ പോയി ഞങ്ങൾ കണ്ണിമാങ്ങ പെറുക്കാൻ പോയത്. അവിടെ മാങ്ങ ഭയങ്കര മാവ്, നാട്ടുമാവില്ല നമ്മൾ ചീമ്പി തിന്നുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ണിമാങ്ങ അവിടെ കിടക്കുന്നത് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവഴി കയറിപ്പോയതാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു മുരിങ്ങയുടെ കമ്പ് ഒടിഞ്ഞു കിടന്നിട്ട് 1000 എണ്ണം ഉണ്ട്. ഞങ്ങൾ തലയെ കെട്ടിക്കൊണ്ട് വരുമായിരുന്നു വാഴനാരും കൊണ്ട്. അതുപോലെ എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഞങ്ങൾ കുറേ ചീകി തോരനൊക്കെ വെച്ച് അതിൻ്റെ കമ്പ് അന്നുകൊണ്ട് വെച്ച 2022 നവംബറിലാണ് ഹസ്ബൻഡ് വന്ന്. ഡിസംബറിലായിരിക്കണം ഞങ്ങൾ പോയി. ഇതുപോലെ ഡിസംബർ ആയിരിക്കുമല്ലോ, ജാനുവരി ഒക്കെ ആയിരിക്കും ഇതുപോലെ കായ്ക്കുന്ന. ജാനുവരി ഫെബ്രുവരി ആയിരിക്കും കായ്ക്കുന്ന സമയത്തല്ലേ. ഇപ്പോൾ അവിടെ കായ്ച്ചിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് വെച്ചതാ. എന്നിട്ട് ഇത് 3, 4, 5 കേട്ടോ, 3 വർഷമായിട്ട് പോലും വനക്കയില്ലാതെ ഇങ്ങനെ ഒരുമാതിരി ഒരുമാതിരി നിൽക്കുക. അപ്പം ഈയിടെ യൂട്യൂബിൽ കണ്ടു മുരിങ്ങയ്ക്ക് വെള്ളം ഒഴിക്കരുതെന്ന്. മുരിങ്ങ ഒന്ന് പിടിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ കമ്പ് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ശകരം വരുമല്ലോ, പിന്നെ വെള്ളമേ ഒഴിക്കല്. മുരിങ്ങയ്ക്ക് വെള്ളം ഒഴിച്ചാൽ കായ്ക്കത്തില്ലെന്ന്. ഞാൻ അങ്ങനെ ഇപ്പോൾ 2 മാസമായിട്ട് വെള്ളം ഒഴിക്കാതെ ഇരുന്ന് മുരിങ്ങതാ ഇപ്പോൾ കായ്ച്ചു കേട്ടോ. അല്ലെങ്കിൽ എന്നും കോടം കമത്തുന്ന പോലെ കൊണ്ട് വെള്ളം മുരിങ്ങയ്ക്ക് ഒഴിക്കും, മുരിങ്ങ കായ്ക്കാൻ വേണ്ടി. ഇത് മരം പോലെ വരുന്ന എല്ലാം കായ്ക്കത്തില്ല. അപ്പോൾ ഇന്ന് വീഡിയോ നിർത്താല്ലേ, നിങ്ങൾ എന്നെ ഇപ്പം തന്നെ ഒത്തിരി ആയെന്ന് തോന്നും, എന്നെ ചീത്ത പറയത്തില്ല. അപ്പോൾ ഞാൻ ഇത് വെട്ടിച്ചുരുക്കി ഒരു വീഡിയോ ആയിട്ടിടാം. രസമല്ലേ നമ്മളുടെ ഇങ്ങനെ ഈ വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ ഉള്ള ഞങ്ങളുടെ പരിസരം കാണാൻ ഇഷ്ടമുള്ളവർ ഒത്തിരി ഉണ്ട് കേട്ടോ. എന്നെ ചീത്ത വിളിക്കുന്നവരും ഉണ്ട്, തളച്ച് എന്നെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിന്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പറമ്പും കാര്യമൊക്കെ ഇങ്ങനെ. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ കാണാം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യണം കേട്ടോ. എൻ്റെ ഉറി ഉണ്ടോ? ഉറി ഇത് മുഖത്ത് തേക്കാൻ ആവശ്യത്തിനുള്ള നമ്മളിങ്ങനെ മേടിച്ചിട്ടിരിക്കുന്നു. പക്ഷേ ഞാനിത് കട്ടങ്കാപ്പ് കുടിക്കുക. ഇതിട്ട് കട്ടങ്കാപ്പ് കുടിച്ചാൽ ഉറക്കം വരത്തേയില്ല. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ ഒരു പാക്കറ്റ് അങ്ങ് ഇട്ടിട്ട് മധുരം ഇടാതെ കുടിക്കണം. ഇതെൻ്റെ പുട്ടൊക്കെ റെഡിയായി. ഇനി പഴവും കൂട്ടി കഴിച്ചിട്ട് ബാക്കി ഒരു തോരനും വെച്ച് ഇന്നലത്തെ ചോറുണ്ടാവുന്ന തിളപ്പിച്ച് വിട്ടണം. അപ്പോൾ നമുക്ക് വേറെ പിന്നെ പണികൾ, പിന്നെ തുണി മടക്കാനുണ്ട്, തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു, അത് വിരിക്കാനുണ്ട്. അതൊക്കെയുള്ളൂ ഇന്ന്. വേറെ ഇന്നലെ പാചകം ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഇന്ന് തോരൻ മാത്രം മതി. മോരും കാച്ചണം. കടക്കാരനിപ്പോൾ വരും. നമ്മുടെ വീണ്ടും തേങ്ങയൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അത് ഇനി വലുതാകുമ്പോൾ നമുക്ക് പറിക്കാം. ഉണ്ടോ? ഇടയ്ക്കൂടെ കിടപ്പുണ്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും കേട്ടോ. ഓക്കേ.